Hello നമസ്കാരം ഞാൻ മെറിൻ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് പോസ്റ്റർ കളേഴ്സ് യൂസ് ചെയ്ത് വളരെ എളുപ്പത്തിൽ ഫ്ലോറൽ ഡിസൈൻസ് ചെയ്യുന്നതെന്നാണ് അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക കാരണം ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പോസ്റ്റർ കളേഴ്സ് വെള്ളം ബ്രഷ് പെൻസ് ഡ്രോയിങ് ഷീറ്റ്സ് ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ പേപ്പർ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് തിക്നെസ് ഉള്ള പേപ്പറിലാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഡ്രോയിങ് ഷീറ്റ്സ് ഐവറി ഷീറ്റ്സ് ചാർട്ട് പേപ്പർ അങ്ങനത്തെ കട്ടിയുള്ള പേപ്പറിൽ വേണം ചെയ്യാൻ A4 സൈസ് ഷീറ്റ്സ് യൂസ് ചെയ്യാതിരിക്കുക അതിൽ കട്ടി കുറവാണ് ഞാൻ ക്യാമലിൻ്റെ പോസ്റ്റർ കളേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വാട്ടർ കളേഴ്സും യൂസ് ചെയ്യാവുന്നതാണ് അഥവാ നിങ്ങളുടെ കയ്യിൽ ഇത് രണ്ടും ഇല്ലെങ്കിൽ അക്രലിക് കളേഴ്സ് ആണുള്ളെങ്കിൽ നല്ലതുപോലെ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം പെയിൻറ് ചെയ്യാവുന്നതാണ് പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ബ്രഷ് പെൻസ് ആണ് നിങ്ങൾക്ക് നോർമൽ റൗണ്ട് ടിപ്പ് ബ്രഷും യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഡിസൈൻ വരയ്ക്കുന്നതെന്ന് നോക്കാം ഫ്ലവേഴ്സ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെഡ് കളറാണ് എടുക്കുന്നത് ഇപ്പം ഡ്രോയിങ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ഇതിൽ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഞാനൊരു ന്യൂ ഇയർ കാലിഗ്രഫി വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ അകത്ത് ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള സ്ട്രോക്സും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിരുന്നു എങ്ങനെ ഡിസൈൻ വരയ്ക്കുമ്പോൾ ചെയ്യേണ്ടതെന്ന് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അത് കണ്ടു നോക്കുക ആ വീഡിയോ നിങ്ങൾ കണ്ടവരാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ നിങ്ങൾക്കിത് മനസ്സിലാവും അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഫ്ലവേഴ്സ് വരച്ചാണ് തുടങ്ങുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ബ്രഷ് വളരെ പോയിൻറ്റഡ് ആയിട്ട് വയ്ക്കുക എന്നിട്ട് ജസ്റ്റ് ഒരു സ്ലൈറ്റ് ബെൻഡ് കൊടുക്കുക പിന്നെയും പോയിൻറ്റഡ് ആക്കുക അതേ രീതിയിൽ തന്നെ അടുത്തൊരു സ്ട്രോക്കും ഈ സെയിം രീതിയിൽ തന്നെ വരയ്ക്കുക അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു പെറ്റൽ കിട്ടും ഇനി ഇതുപോലൊരു 5 പെറ്റൽ നമ്മൾ ഒരുമിച്ച് വരയ്ക്കുവാണെങ്കിൽ നല്ലൊരു ഫ്ലവർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് കണ്ടില്ലേ അപ്പോൾ ഇതേപോലെ കുറച്ച് ഫ്ലവേഴ്സ് നമുക്ക് ചെറുതും വലുതുമായിട്ട് റാൻഡമായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ ഫ്ലവേഴ്സ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് വരച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഈ ബ്ലാങ്ക് ആയിട്ടുള്ള ഏരിയാസിലെല്ലാം ലീവ്സ് വരച്ചു കൊടുക്കണം സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ നേരത്തെ പെറ്റൽസിന് ചെയ്തതുപോലെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ സ്ട്രോക്ക് വരയ്ക്കുന്നത് കളർ നമ്മൾ ഗ്രീൻ കളർ എടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആദ്യം ബ്രഷ് പോയിൻറ്റഡ് ആയിട്ട് വെക്കുക ജസ്റ്റ് ഒരു ബെൻഡ് കൊടുക്കുക പിന്നെയും പോയിൻറ്റഡ് ആക്കുക അതേപോലെ തന്നെ തൊട്ടടുത്തൊരു സ്ട്രോക്ക് കൂടെ ജസ്റ്റ് ചെറുതായിട്ടൊരു സ്ട്രോക്ക് കൂടെ വരച്ചു കൊടുക്കുക അപ്പോഴത്തേക്ക് നല്ലൊരു ലീഫായിട്ട് നമുക്ക് കിട്ടും അപ്പം ലീവ്സ് നമുക്ക് ചെറുതും വലുതുമായിട്ട് ആ ബ്ലാങ്ക് ആയിട്ടുള്ള ഏരിയാസിലെല്ലാം നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ലീവ്സ് എല്ലാം കംപ്ലീറ്റ് വരച്ചു കഴിഞ്ഞു ഇനി ആ ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിൽ ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസിൽ കുറച്ച് യെല്ലോ കളർ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് ബ്രൗൺ കളറൂടെ ജസ്റ്റ് ആ യെല്ലോയിൻ്റെ മേളിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം അധികം ഒന്നും വേണ്ട ജസ്റ്റ് അപ്പോൾ നമ്മളുടെ ഈ ഡിസൈൻ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ അടിപൊളിയാണ്
ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് യെല്ലോ കളറിലെ ഫ്ലവേഴ്സ് ആണ് വരയ്ക്കുന്നത്. ജസ്റ്റ് പോയിന്റ് ആയിട്ട് വെക്കുക, എന്നിട്ട് ഒരു പെറ്റൽസിൻ്റെ രീതിയിൽ ഒരു ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുവാണ്. അതേ രീതിയിൽ 3 പെറ്റൽസ് ജസ്റ്റ് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് വരച്ചു കൊടുക്കുവാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റെഡ് കളർ എടുക്കുക. വളരെ ലൈറ്റായിട്ട് എടുത്താൽ മതി, അധികമൊന്നും വേണ്ട. വളരെ ലൈറ്റായിട്ട് ഡൈല്യൂട്ട് ആയിട്ടുള്ളത് എടുക്കുന്നത്. അത് വേറൊരു ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെൻറ്ററിൽ റെഡ് കളർ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ യെല്ലോ കളറുമായിട്ട് ജസ്റ്റ് ഒന്ന് മർജ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് അതിൻ്റെ മേളിൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് ഒന്ന് ഓടിച്ചു കൊടുക്കുകയാണ്. അതോ റെഡ് കളർ അധികം ആവുകയാണെങ്കിലോ അഥവാ കറക്റ്റായിട്ട് ബ്ലെൻഡ് ആയില്ലെങ്കിലോ കുറച്ചും കൂടെ യെല്ലോ കളർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് നല്ല ഒരു ഷെയ്ഡിങ്ങിലെ ഒരു ഫ്ലവർ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കളർ വെറ്റായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ചെയ്യുക. അപ്പം തന്നെ റെഡ് കളർ കൊടുത്തിട്ട് ചെയ്യണം, എന്നാലേ ആ ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതേ രീതിയിൽ കുറച്ച് ഫ്ലവേഴ്സ് ചെറുതും വലുതുമായിട്ട് ജസ്റ്റ് റാൻഡമായിട്ട് അവിടെ ഇവിടെ ആയിട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് വരച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ സ്റ്റെം വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്യുന്നത്. വരയ്ക്കാൻ വേണ്ടിയിട്ട് പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ സൈസ് 0 ആണ്. അപ്പോൾ നമ്മൾ സ്റ്റെമ്മും എല്ലാം വരച്ചു കഴിഞ്ഞു. ഇനി ലീവ്സ് ആണ് വരയ്ക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രഷ് പെന്നാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബ്രഷ് പെൻ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, റൗണ്ട് ടിപ്പ് ബ്രഷും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ലീവ്സും നമ്മൾ നേരത്തെ വരച്ചതുപോലെ അവിടെ ഇവിടെ ആയിട്ട് വലുതും ചെറിയ ലീവ്സുമായിട്ട് വരച്ചു കൊടുക്കുവാണ്. അപ്പോൾ നമ്മളുടെ ഈ ഡിസൈനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ ഭംഗിയാണ് കാണാൻ. വളരെ സിമ്പിളും ഈസിയുമായിട്ടുള്ള ഡിസൈനാണ്.
അപ്പോൾ നമ്മളുടെ രണ്ട് ഡിസൈനും വളരെ ഭംഗിക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ ഈസിയാണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ഡിസൈൻസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. അധികം ഡ്രോയിങ് സ്കിൽസ് ഒന്നും ഇല്ലാത്തവർക്കും ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു ഡിസൈനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് ഇതുപോലത്തെ ഫ്ലോറൽ ഡിസൈൻസ് ഇനിയും പഠിക്കാൻ താല്പര്യമുണ്ട്, ഇനിയും പുതിയ പുതിയ ഡിസൈൻസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഞാൻ പുതിയ വീഡിയോസ് ഇനിയും അതിൽ ചെയ്യുന്നതായിരിക്കും. നമുക്കൊരു സീരീസ് ആയിട്ട് തന്നെ ഇറക്കാം. അപ്പോൾ നിങ്ങളത് കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്കത് താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. കാരണം ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്തേക്കുക. അവിടെയും നിങ്ങൾക്ക് എൻ്റെ വർക്ക്സിൻ്റെ അപ്ഡേറ്റ്സ് കാണാവുന്നതാണ്. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ മെറിൻ. നന്ദി, നമസ്കാരം.